ഇംഗ്ലണ്ടിലെ ആശുപത്രികളിലെ അത്യാഹിത വിഭാഗങ്ങളിലെ ചികിത്സാ വൈകല്യം മൂലം കഴിഞ്ഞ വർഷം 16,000-ത്തിലധികം രോഗികൾ മരിച്ചതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. ആഴ്ചയിൽ ശരാശരി 300 പേരാണ് ചികിത്സ ലഭിക്കാൻ വൈകിയതിനെ തുടർന്ന് മരണപ്പെട്ടതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. റോയൽ കോളേജ് ഓഫ് എമർജൻസി മെഡിസിൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഒരു ദശകത്തിനിടെ A&E വിഭാഗത്തിലെ ദീർഘനേരത്തെ കാത്തിരിപ്പിനെ തുടർന്നുള്ള മരണങ്ങൾ 10 ഇരട്ടിയായി വർദ്ധിച്ചു. 2015-ൽ 1657 മരണങ്ങൾ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ 2024 ഇത് 16,644 ഉയർന്നു. 2021 മുതൽ അത്യാഹിത ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളുടെ കാത്തിരിപ്പ് സമയം ഗണ്യമായി വർദ്ധിച്ചതായി RCM ചൂണ്ടിക്കാട്ടി. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിന് പകരം താൽക്കാലിക നടപടികളിൽ മാത്രം സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും സംഘടന വിമർശിച്ചു. രേഖപ്പെടുത്താത്ത കേസുകൾ കൂടി കണക്കിലെടുത്താൽ യഥാർത്ഥ മരണനിരക്ക് റിപ്പോർട്ടിലുള്ളതിനേക്കാൾ കൂടുതലാണെന്നും RCEM വിലയിരുത്തുന്നു. 2030ഓടെ ചികിത്സയ്ക്കായി കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ മരണങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള സമഗ്ര നടപടികൾ സ്വീകരിക്കണമെന്ന് സംഘടന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതേസമയം ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും അത്യാഹിത വിഭാഗങ്ങളിലെ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമായി അടിയന്തര ഇടപെടലുകൾ അനിവാര്യമാണെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.